ഹലോ ഫ്രണ്ട്സ്, എഡ്യൂഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ രാജ്കിരൺ. ഞാനിന്നിപ്പോൾ ഉള്ളത് ബാംഗ്ലൂരിൽ തന്നെ ധാരാളം മലയാളി സ്റ്റുഡൻസ് പഠിക്കുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷനിലാണ്. പ്രുഡൻസ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷനിലാണ് ഞാനിന്നിപ്പോൾ ഉള്ളത്. അപ്പോൾ നമുക്ക് നേരെ കോളേജിലേക്ക് പോവാം. കോളേജിൽ പോയിട്ട് കോളേജിൻ്റെ വിശേഷങ്ങളെല്ലാം കാണാം. ഇവിടെ വരുന്ന കോഴ്സുകൾ എന്ന് പറയുന്നത് നേഴ്സിംഗ് കോഴ്സുകൾ വരുന്നുണ്ട്, അതുപോലെ തന്നെ ഫിസിയോതെറാപ്പി വരുന്നുണ്ട്, അലൈഡ് ഹെൽത്ത് സയൻസ് കോഴ്സുകൾ വരുന്നുണ്ട്. അപ്പോൾ ഏതൊക്കെ കോഴ്സുകളാണ്, അതായത് അലൈഡിലെ ഏതൊക്കെ കോഴ്സുകളാണ്, ഫിസിയോതെറാപ്പിയിൽ എങ്ങനെയൊക്കെയാണ് വരുന്നത് എന്നുള്ള കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് കോളേജിൽ പോയിട്ട് അറിയാം. അതുപോലെ തന്നെ നമുക്ക് സ്റ്റുഡൻസ് ആയിട്ട് സംസാരിക്കാം, അവരുടെ ലാബുകൾ കാണാം, മറ്റുള്ള എന്തൊക്കെ സ്പെഷ്യാലിറ്റീസ് ആണ് നമുക്ക് ഈ ഒരു കോളേജിലുള്ളതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് നേരെ കോളേജിലേക്ക് പോവാം. അതിന് മുമ്പായിട്ട് വീഡിയോ കാണുന്ന എല്ലാവരും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കുള്ള ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടെ എനേബിൾ ചെയ്യുക. അപ്പോൾ ഇപ്പം നേഴ്സിംഗ് കോളേജിലാണുള്ളത്. അപ്പോൾ നമുക്ക് നേരെ പ്രിൻസിപ്പൽ മാമിനെ മീറ്റ് ചെയ്യാം, എന്നിട്ട് കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിയാം. എക്സ്ക്യൂസ് മീ മാം. ഹായ് മാം. സാർ വിളിച്ചിട്ടുണ്ടായിരുന്നില്ലേ? മാം, ഞാനൊരു യൂട്യൂബറാണ്. അപ്പോൾ നിലവിൽ നമ്മുടെ കോളേജിനെ കുറിച്ചിട്ടുള്ളൊരു ക്യാമ്പസ് ടൂർ വീഡിയോ ആണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ അലൈഡ് ഡിപ്പാർട്ട്മെന്റിലും BPT ഫിസിയോതെറാപ്പി ഡിപ്പാർട്ട്മെന്റിലും പോയിരുന്നു. അപ്പോൾ അങ്ങനെയാണ് നേഴ്സിംഗിലെത്തി. അപ്പോൾ മാം, കോളേജിനെ കുറിച്ചിട്ടൊന്നും, നേഴ്സിംഗ് കോളേജിനെ കുറിച്ചൊന്നും പറയാമോ? നമ്മുടെ കോളേജ് വന്നിട്ട് 2004 എസ്റ്റാബ്ലിഷ് ആയത്. സോ നിയർലി ഇറ്റ്സ് ക്ലോസ് ടു 21 years. സോ നഴ്സിംഗ് കോഴ്സ് ഇവിടെ റൺ ചെയ്തു. പ്രോഗ്രാംസ് ഇവിടെ ആണെങ്കിൽ BA ജനറൽ നഴ്സിംഗ് ആൻഡ് മിഡ്വൈഫറി പ്രോഗ്രാം, ഡിപ്ലോമ പ്രോഗ്രാം, GNM, BSc നഴ്സിംഗ്, പോസ്റ്റ് ബേസിക് നഴ്സിംഗ് ആൻഡ് MSc നഴ്സിംഗ്, ഇൻ ദ 5 സ്പെഷ്യാലിറ്റീസ്. അപ്പോൾ എല്ലാ നഴ്സിംഗിലെ എല്ലാ കോഴ്സുകളും വരുന്നുണ്ടല്ലേ? ഓക്കെ മാം. അപ്പോൾ നമുക്ക് മലയാളി സ്റ്റുഡൻസ് ആണോ നമുക്ക് മെജോറിറ്റി ഇവിടെ സൗത്ത് ഇന്ത്യ, മെജോറിറ്റി വന്നിട്ട് മലയാളീസ് ഇവിടെ. മലയാളീസ് ആണ് കൂടുതലുള്ളത്. കാരണം ഞാനിപ്പോൾ ഫിസിയോതെറാപ്പി ഡിപ്പാർട്ട്മെന്റിലും അതുപോലെ തന്നെ അലൈഡിൽ പോയ സമയത്ത് ഒരുപാട് മലയാളി കുട്ടികളെ കണ്ടായിരുന്നു. ഓക്കെ, ഇവിടെ മലയാളി സ്റ്റുഡൻസ് മെജോറിറ്റി സ്റ്റുഡൻസ് ഉണ്ടല്ലേ? ഓക്കെ. അതുപോലെ തന്നെ നമുക്ക് ഇവരുടെ പഠനങ്ങളൊക്കെ എങ്ങനെയാണ്? മീൻസ് എക്സാംസ് കാര്യങ്ങളും അതുപോലെ തന്നെ എക്സാം മാർക്കുകൾ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? ഇവിടെ ഈ കോളേജിൽ ഇവിടെ വന്നിട്ട് നമ്മൾക്ക് 95% ഡിസ്റ്റൻഷൻസ്. സോ റിമൈനിങ് 5% ഫസ്റ്റ് ക്ലാസ് അങ്ങനെ ഉണ്ടാവും. ഇവിടെ എഡ്യൂക്കേഷൻ വന്നിട്ട് ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ ഞങ്ങൾ കൊടുക്കുന്നത്. അതിനുവേണ്ടി എല്ലാ ബാച്ചസിലും നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് എവറി ഇയർ 95% ഡിസ്റ്റൻഷൻസ് ആൻഡ് പ്ലസ് എവറി ഇയർ യൂണിവേഴ്സിറ്റി ടോപ്പേഴ്സ് മോർ ദാൻ 25 to 30 സ്റ്റുഡൻസ് യൂണിവേഴ്സിറ്റി ടോപ്പേഴ്സ് ഉണ്ടാവും ഇവിടെ. അതുപോലെ സ്റ്റുഡൻസിന്റെ ഹോസ്റ്റൽ ഫെസിലിറ്റിയും അതുപോലെ തന്നെ ഫുഡ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പറയാമോ? അത് ഹോസ്റ്റൽ വന്നിട്ട് ഗേൾസ്ക്ക് ബോയ്സ്ക്ക് ഡിഫറെന്റ് ഹോസ്റ്റൽസ്. ഗേൾസ് ഹോസ്റ്റൽ വന്നിട്ട് വിത്തിൻ ദ ക്യാമ്പസ്, കോളേജ് ക്യാമ്പസിൽ തന്നെ ഉണ്ടാവും. ബോയ്സ് ഒക്കെ ഇവിടെ 5 minutes ഡിസ്റ്റൻസ്. സോ ഫുഡ് വന്നിട്ട് ഇവിടെ മെസ് ഉണ്ടാവും. അത് ഗേൾസ്ക്ക് ബോയ്സ്ക്ക് സെയിം മെസ് തന്നെ, ബട്ട് അത് വിത്തിൻ ദ ക്യാമ്പസ്. അതുപോലെ തന്നെ നമ്മൾ ഇപ്പോൾ കേരള സ്റ്റുഡൻസ് ആണെന്ന് പറഞ്ഞല്ലോ, അപ്പോൾ ഒരുപാട് സ്റ്റുഡൻസിന്റെ പാരന്റ്സിനുള്ള ഒരു ഡൗട്ടാണ് ഇവിടുത്തെ ഫുഡിന്റെ കാര്യങ്ങൾ. അതുപോലെ തന്നെ ഹോസ്റ്റലിൽ കിട്ടുന്ന സേഫ്റ്റി, ഫോൺ ടൈമിങ്, അതിനെ കുറിച്ചിട്ടൊന്ന് പറയാമോ? ഓക്കെ, ഇവിടെ ഫുഡ് വന്നിട്ട് ഇവിടെ സൗത്ത് ഇന്ത്യൻ ഫുഡാണ്. സൗത്ത് ഇന്ത്യൻ ആണെങ്കിൽ ഇവിടെ കേരള സ്റ്റുഡൻസ്ക്കും കേരള ഫുഡ് ഉണ്ടാവും. കേരള ഫുഡ് എന്ന് പറയുമ്പോൾ നമുക്ക് എക്സാമ്പിൾ പറയാം. ഇപ്പൊ ആഫ്റ്റർനൂൺ ആണെങ്കിൽ ഇവർക്ക് വൈറ്റ് റൈസ് ഉണ്ടാവും, ബോയിൽഡ് റൈസ് ഉണ്ടാവും, കേരള റൈസ് ഉണ്ടാവും. ഓക്കെ, കോമൺ സാമ്പാർ ആൻഡ് ദാൽ ആൻഡ് സൈഡ് ഡിഷ് ഉണ്ടാവും ആൻഡ് പിക്കൽ ആൻഡ് ബട്ടർ മിൽക്ക്. ദാറ്റ് ഈസ് ആഫ്റ്റർനൂൺ മെനു. ഇത് ജസ്റ്റ് എക്സാമ്പിൾ ആഫ്റ്റർനൂൺ. ബട്ട് കേരള സ്റ്റുഡൻസ് ആണെങ്കിൽ കേരള റൈസ് കിട്ടും, ഡിഫറെന്റ് സ്റ്റുഡൻസ്ക്ക് വൈറ്റ് റൈസ്. നോൺ വെജ് നോൺ വെജ് ഇവിടെ നോൺ വെജിറ്റേറിയൻ, നോൺ വെജ് ഉണ്ടല്ലേ? എഗ് കൊടുക്കും, ചിക്കൻ കൊടുക്കും. ഹോസ്റ്റലില് നമുക്ക് എങ്ങനെയാണ് ടൈമിങ്സ്? ഫോൺ ടൈമിങ്സ് ഇവിടെ പിള്ളേരെല്ലാം ഇപ്പൊ ഇവിടെ ഹോസ്റ്റലല്ലേ, എല്ലാം ബോർഡിംഗ് പിള്ളേർ ഇവിടെ. സോ എങ്കിലും Monday to Thursday 5 to 8 ഫോൺസ് കൊടുക്കും. പിന്നെ Friday to Sunday, സാറ്റർഡേ എനിവേ സെക്കൻഡ് സാറ്റർഡേ തേർഡ് സാറ്റർഡേ ലീവ് ഉണ്ടാവും. ലീവ് ഉണ്ടെങ്കിൽ ഹോളിഡേ ഉണ്ടെങ്കിൽ പിള്ളേരുടെ അടുത്ത് ഫോൺ ഉണ്ടാവും. പിന്നെ സൺഡേ നൈറ്റ് ബിഫോർ ഡിന്നർ മേടിക്കും, വാങ്ങിക്കും. അങ്ങനെയാണ് വരുന്നല്ലേ? ഓക്കെ. ഇപ്പൊ അതുപോലെ തന്നെ നമ്മള് നിലവിൽ എവിടെയുള്ള ടീച്ചേഴ്സ് തന്നെയാണോ വാർഡനൊക്കെ ആയിട്ടുള്ള? വാർഡൻസ് ഉണ്ടാവും. ബോയ്സ് ഹോസ്റ്റൽക്ക് സെപ്പറേറ്റ് മെയിൽ വാർഡൻ ആൻഡ് ഫീമെയിൽ ഹോസ്റ്റൽസ്ക്ക് ഫീമെയിൽ വാർഡൻ ഉണ്ടാവും. വാർഡനുണ്ട്, അതുപോലെ തന്നെ ടീച്ചേഴ്സും അവിടെ തന്നെയാണ് താമസിക്കുന്നത്. ഓക്കെ. അതുപോലെ സ്റ്റഡി ടൈം അതെ, ഇവിടെ എവറിഡേ സ്റ്റഡി അവേഴ്സ് ഉണ്ടാവും. സോ ആഫ്റ്റർ ദ ഡിന്നർ 8 o'clock ഡിന്നർ ഫിനിഷ് ആവും, 8 to 8:30. സോ 8:30 to till 11 സ്റ്റഡി അവേഴ്സ്. എക്സാം അങ്ങനെ ഉണ്ടെങ്കിൽ പിള്ളേർ കുറച്ച് എക്സ്റ്റെൻഡ് ചെയ്യും. ഓക്കെ. അതുപോലെ അപ്പൊ ഫോൺ ടൈം ഇച്ചിരി കുറയോ? അപ്പോ ഇല്ല, 5 to 8 ഉണ്ടാവും. ബിഫോർ ഡിന്നർ മേടിക്കും. 5 to 8 അവർക്ക് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ബിഫോർ ഡിന്നറിന് മുൻപായിട്ട് വാങ്ങിക്കും അല്ലേ? അത് കഴിഞ്ഞാൽ പിന്നെ അപ്പോ എന്തെങ്കിലും ഇൻ കേസ് എമർജൻസി കാര്യങ്ങൾക്ക് വേണ്ടി പാരന്റ്സിനെ കോൺടാക്ട് ചെയ്യണമെങ്കിൽ വാർഡൻ മൊബൈലിൽ ഫോണിൽ വിളിക്കാം, ഇല്ലെങ്കിൽ ഇവിടെ ലാൻഡ് ലൈനിൽ വിളിക്കാം, ഇല്ലെങ്കിൽ പേരൻസിക്ക് എന്നിവ നമ്പർ ഉണ്ടാവും. സോ എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ പേരൻസ് എനിക്ക് തന്നെ ഡയറക്റ്റ് ആയിട്ട് വിളിക്കും. ഞാൻ പിന്നെ പിള്ളേരെ കരഞ്ഞിപ്പിച്ചിട്ട് അവരുടെ അടുത്ത് ഫോൺ വിളിപ്പിക്കും.
റാഗിങ് അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ? ഇവിടെ റാഗിങ് ഉണ്ടെങ്കിൽ ഇതുവരെ കൊണ്ടുപോയില്ലെങ്കിൽ ആക്ഷൻ എടുക്കും. ഇതുവരെ കൊണ്ടുണ്ടാകത്തില്ല, അലോ ചെയ്തില്ല, ഒത്തിരി സ്ട്രിക്റ്റ്. അത് വേണ്ടി റാഗിന് വേണ്ടി ഞങ്ങൾക്ക് റാഗിങ് കമ്മിറ്റി ഉണ്ടാവും, കമ്മിറ്റി മീറ്റിംഗ്. സോ കമ്മിറ്റി മെമ്പേഴ്സ് എല്ലാം ടേക്ക് കെയർ ചെയ്യും. ഇതുവരെ ഒരു പ്രോബ്ലം ഉണ്ടായിട്ടില്ല. അതുപോലെ ഇവരുടെ ക്ലിനിക്കൽ പോസ്റ്റിംഗിന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് പറയാമോ? ഏതൊക്കെ ഹോസ്പിറ്റലാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് എന്നുള്ളത്? അതായത് കോമൺ ആയിട്ടുള്ള ഒരു ഡൗട്ടാണ് പാരന്റ്സിന്. അതായത് ഓൺ ഹോസ്പിറ്റലിൽ ഉള്ള ഒരു കോളേജ് വേണമെന്നുള്ളത്. അങ്ങനെ ഇപ്പൊ നമുക്ക് ഓൺ ഹോസ്പിറ്റലായിട്ട് വരുന്നുണ്ടോ? അപ്പം നമ്മൾ ഹോൺ ഹോസ്പിറ്റൽ പറയുകയാണെങ്കിൽ രംഗാദുറൈ ഹോസ്പിറ്റലുണ്ട്. ബട്ട് അത് രംഗാദുറൈ ഹോസ്പിറ്റൽ ആണെങ്കിൽ ഓൺലി ഇവർക്ക് ഈച്ച് ഇയർ ഒരു ഡിഫറെന്റ് സബ്ജക്ട്സ് പഠിക്കും. ഇപ്പോൾ ഫസ്റ്റ് ഇയർ ആണെങ്കിൽ അവർ ഓൺലി ഫൗണ്ടേഷൻസ് പഠിക്കും, ഫണ്ടമെന്റൽസ് ഓഫ് നഴ്സിംഗ് പഠിക്കും. അതനുസരിച്ചിട്ട് ഇവർക്ക് നമ്മൾ ക്ലിനിക്കൽസ്ക്ക് വിടാം. സോ ഈ ഹോസ്പിറ്റൽ ഇപ്പോൾ ഫണ്ടമെന്റൽസ് ആണെങ്കിൽ നമ്മൾ ഓൺ ഹോസ്പിറ്റലിലേക്ക് വിടാം. ഇപ്പോൾ കമ്മ്യൂണിറ്റി എക്സാമ്പിൾ സൈക്കാട്രി, പിന്നെ ഇത് OBG ക്ലിനിക്കൽസ്, ഇതാണെങ്കിൽ സെയിം ഹോസ്പിറ്റലിൽ തന്നെ വിടാൻ പറ്റില്ല. ഈ ഒരു സ്പെഷ്യാലിറ്റീസ് അനുസരിച്ചിട്ടാണ് നമ്മൾ ഡിഫറെന്റ് ഹോസ്പിറ്റൽസ് എങ്കിലും പിള്ളേറിനെ വിടും ക്ലിനിക്കൽ എക്സ്പോഷേഴ്സ്. അതുപോലെ നമുക്ക് പ്ലേസ്മെന്റിന്റെ കാര്യങ്ങളൊന്നും പറയാമോ മാഡം? പ്ലേസ്മെന്റ് ആണെങ്കിൽ എവറി ഇയർ ഫൈനൽ ഇയർ സ്റ്റുഡൻസ്ക്കും ഇവിടെ ഹോസ്പിറ്റൽസ് വരും, ഇന്റർവ്യൂസ് എല്ലാം കണ്ടക്ട് ചെയ്യും. ഒത്തിരി പിള്ളേർ സെലക്ട് ആവും, പിള്ളേർ എല്ലാവരും പോയിട്ട് അവിടെ വർക്ക് ചെയ്യും. സോ ഞങ്ങൾ വന്നിട്ട് കൊളാബറേറ്റ് ചെയ്തിട്ടുണ്ട് ഡിഫറെന്റ് ഹോസ്പിറ്റൽസ് വിത്തിൻ ദ ബാംഗ്ലൂർ ആൻഡ് ഔട്ട്സൈഡ് ദ ബാംഗ്ലൂർ. So hospital example outside Bangalore ആണെങ്കിൽ യശോദ ഹോസ്പിറ്റൽസ് ഹൈദരാബാദ്, കിംസ് ഹോസ്പിറ്റൽ ഹൈദരാബാദ്, ബാംഗ്ലൂർ ആണെങ്കിൽ നാരായണ ഹോസ്പിറ്റൽസ്, അപ്പോളോ ഹോസ്പിറ്റൽസ്. സോ ഈ ഹോസ്പിറ്റൽസ് എല്ലാം എവറി ഇയർ വന്നിട്ട് ഒരു ക്യാമ്പസ് ഇന്റർവ്യൂ നടക്കും. പിള്ളേർ അതിന് മുമ്പ് 3 years എക്സാംസ് ക്ലിയർ ആക്കണം. പ്രിൻസിപ്പൽ മാം പറഞ്ഞിട്ട് വന്നാണോ? ഓക്കെ ഓക്കെ, ഈ മൈക്കൊന്ന് വെച്ചോളൂ. ഓക്കെ, ജസ്റ്റ് ഒന്നുമില്ല, ഞാൻ ഒരു ക്യാമ്പസ് ടൂർ വീഡിയോ ആണ് ചെയ്യുന്നത്, ഈ ഒരു യൂട്യൂബറാണ്. അപ്പോൾ എനിക്ക് ലാബുകൾ കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇത് ഫണ്ടമെന്റൽ ലാബാണ്. ഇവിടെ സ്റ്റുഡൻസ് ഒക്കെ ഉണ്ട്. എന്താണ് അവരുടെ നെക്സ്റ്റ് മന്ത് ലാബ് ലൈറ്റിംഗ് വരാൻ പോകുന്നു, അതിന്റെ കോർഡിനേഷൻ ചെയ്തോണ്ടിരിക്കുന്നു. ശരി, അപ്പൊ എന്തായാലും എനിക്ക് അവരുടെ ഒന്ന് ജസ്റ്റ് ഒന്ന് സംസാരിക്കണം. ഓക്കെ, സോ അതിന് മുന്നേ ലാബിന്റെ കാര്യം നോക്കാം. സോ പ്രീ ക്ലിനിക്കലിന് മുന്നായിട്ട് നമുക്ക് വരുന്ന ലാബിലുണ്ടല്ലോ. അതെ, ഓക്കെ. നമുക്ക് ക്ലിനിക്കലിന് ഫസ്റ്റ് അവർ ഫണ്ടമെന്റൽ ക്ലിനിക്കൽ എവിടെയാണ് അവർ ചെയ്യുന്നത്? ഫസ്റ്റ് ഇയർ ആകുമ്പോഴും അവർ ഫണ്ടമെന്റൽ ക്ലിനിക്കലിന് വേണ്ടി പുറത്തുള്ള രംഗാദുറൈ ഹോസ്പിറ്റലിലാണ് പോകുന്നത്. അത് ഓൺ ഹോസ്പിറ്റലാണ്? അതെ, ഓൺ ഹോസ്പിറ്റലാണ് അല്ലേ. ഓക്കെ ഓക്കെ. അതെങ്ങനെ, ബാച്ച് വൈസ് ആയിട്ടാണോ അതോ നമുക്ക് എങ്ങനെയാണ്? ഞമ്മളത്തെ ആദ്യം 3 ഷിഫ്റ്റ് ആയിട്ട് ഇടുക, 3 ബാച്ച് ആയിട്ട് സെപ്പറേറ്റ് ചെയ്യും. ഗേൾസിനെ ഞങ്ങള് സ്പ്ലിറ്റ് ചെയ്തിട്ട് 3 ബാച്ചിന് ബോയ്സ് അവരൊക്കെ ഒരുമിച്ചിട്ടിട്ട് മോർണിംഗ് ആഫ്റ്റർനൂൺ എന്നിട്ട് നൈറ്റ് ഷിഫ്റ്റ് ഇടുക. അങ്ങനെ 1 മന്ത് അവർ പോസ്റ്റിംഗിൽ ക്ലിനിക്കലിന് വേണ്ടി പരിചയപ്പെട്ടിട്ട് എന്നിട്ട് തിരിച്ചു വരും. എന്നിട്ട് തിയറി ക്ലാസ് ഒക്കെ ഉണ്ടാവുക. ഏത് സബ്ജക്റ്റിലെ പോകുന്നോ അതിന്റെ പ്രാക്ടിക്കൽ പ്രൊസീജിയേഴ്സ് ഒക്കെ ഞങ്ങൾ തിയറി ആയിട്ട് എടുക്കുക. എന്നിട്ട് അവിടെ പോകുന്നപ്പോ കുറച്ചും കൂടി ഈസി ആയി പോവല്ലോ. എന്നിട്ട് ക്ലിനിക്കൽ കഴിഞ്ഞിട്ട് എന്നിട്ട് ക്ലാസ് തുടങ്ങുക. ഓക്കെ ഓക്കെ. ഇപ്പൊ ഈ സെമസ്റ്റർ റെഗുലേഷൻ ആയല്ലേ, അപ്പൊ സ്റ്റുഡൻസ് എന്തെങ്കിലും ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുന്നുണ്ടോ? ആദ്യം ഉണ്ടായിരുന്നു, പക്ഷെ അവർക്ക് കുറച്ചുകൂടെ ഓക്കെ ആയി. ബിക്കോസ് ഞങ്ങൾ സ്പ്ലിറ്റ് ചെയ്ത് എല്ലാ വർക്കൊക്കെ കൊടുക്കുന്നപ്പോ അവർ കുറച്ചുകൂടെ കോഓപ്പറേഷൻ ആയി സെറ്റ് ആയിരുന്നല്ലേ. ഓക്കെ ഓക്കെ ഓക്കെ. നമുക്ക് എല്ലാവിധ എക്യുപ്മെന്റ്സ് നമുക്ക് ഇവിടെ വരുന്നുണ്ടല്ലോ അല്ലേ? അതെ, കിട്ടും. ഇവിടുത്തെ ആർട്ടിക്കിൾസ് നമുക്ക് ഫസ്റ്റ് ക്ലിനിക്കലിന് പോകുന്ന മുൻപ് ഞാൻ പറഞ്ഞല്ലോ ആ സബ്ജക്റ്റിന്റെ ക്ലാസ് ഒന്ന് എടുത്തിട്ടാണ് ഞങ്ങൾ അയക്കൂല. ബിക്കോസ് അവിടെ പോയിട്ട് അവർക്ക് കുറച്ചും കൂടെ ഒന്നും അറിയാതെ നിൽക്കുന്ന ഒരു സാഹചര്യം, അവരുടെ നഴ്സുമാർ കുറച്ചുകൂടെ വഴക്ക് പറയാം. അപ്പൊ നമുക്ക് ഇവിടുത്തെ എല്ലാം പരിചയപ്പെടുത്തി കൊടുത്തിട്ട് ഇതാണ് പ്രൊസീജിയർ, എങ്ങനെയാ ചെയ്യേണ്ടത്, ഡമ്മീസ് വെച്ചിട്ട് നമുക്ക് കുറച്ച് കാണിച്ചു തരും. എല്ലാ കാര്യങ്ങളും ആദ്യം നമ്മൾ പറഞ്ഞു കൊടുക്കും. അതെ, എന്നിട്ട് അവിടെ പോകുന്നപ്പോ കുറച്ചും കൂടെ അവർക്ക് റിലേറ്റഡ് ആയിട്ട് തോന്നൂല്ലേ, അതുകൊണ്ടാണ്. അങ്ങനെയാണല്ലേ. ഹലോ, സോറി, ഞാനൊരു ചെറിയൊരു കാര്യം പറയാൻ വേണ്ടിയാണ്. ഞാനൊരു യൂട്യൂബറാണ്. അപ്പോൾ നിങ്ങളുടെ കോളേജിൻ്റെ ഒരു വ്ളോഗാണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ കോളേജിനെ കുറിച്ചിട്ട് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് ജസ്റ്റ് ഒന്ന് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. ഓക്കെ, ഇതൊന്ന് പിടിക്കാം. ഓക്കെ, എന്താണ് ആക്ച്വലി നിങ്ങളുടെ പരിപാടി? ഞങ്ങളുടെ കോളേജിൽ ഇപ്പോൾ ലാമ്പ് ലൈറ്റിംഗ് പ്രോഗ്രാം നടക്കുക. അപ്പൊ അതിനുവേണ്ടി കുറച്ച് പ്രോഗ്രാംസ് അറേഞ്ച് ചെയ്യാൻ വേണ്ടി ഞാൻ കോർഡിനേറ്റ് ചെയ്യുന്നത്, കുറച്ച് ഡിസ്കഷൻ നടക്കുക. ഓക്കെ. ഇപ്പോൾ നെക്സ്റ്റ് മന്ത് ആണോ വരുന്നത്? നെക്സ്റ്റ് മന്ത്. ഓക്കെ, അപ്പോൾ മോള് ഫൈനൽ ഇയർ ആണ്? അതെ, ഞാൻ ഫൈനൽ ഇയർ. ഓക്കെ, എല്ലാവരും ഫൈനൽ ഇയേഴ്സ് ആണോ? സെക്കൻഡ് ഇയേഴ്സ് ആണ്. ഓക്കെ, നിങ്ങൾ ഓക്കെ ശരി. എല്ലാവരും ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങളുടെ പേരൊന്ന് പറയാം. പേരെന്താ? ഒന്ന് പാസ് ചെയ്ത് പോയാൽ മതി. ഓക്കെ, പേര്? മുഹമ്മദ് ഷിബിൽ. എവിടെ, സ്ഥലം എവിടെയാ? മലപ്പുറം. റിസ്വാൻ, മലപ്പുറം. ഓക്കെ. എൻ്റെ പേര് കൃഷ്ണപ്രിയ, ട്രിവാൻഡ്രം അല്ലേ. ഓക്കെ. ഫിദ ഫാത്തിമ, എറണാകുളം. അൽഹ സലീം, കൊല്ലം. ഞാൻ ലിഡിയ, കാസർഗോഡ്. ഓക്കെ.
ഞാൻ ട്രിറ്റ എറണാകുളം. എറണാകുളം. ഓക്കെ. എൻ്റെ പേര് റിയാബിനി, ഞാൻ പാലക്കാട്. പാലക്കാട് എവിടെയാ സ്ഥലം? പാലക്കാട് മണ്ണാർക്കാടൊക്കെ ആയിട്ട്. മണ്ണാർക്കാട്. ഞാനും പാലക്കാട്, അതുകൊണ്ട് ചോദിച്ചു. ഓക്കെ. ഞാൻ അനുഗ്രഹ കണ്ണൂരാണല്ലേ? ഓക്കെ. സോ നിങ്ങൾ മോളെ ഏത് ഇയർ വരുന്നത്? ഞാൻ സെക്കൻഡ് ഇയർ. തേർഡ് ഇയർ ആണല്ലേ? ഓക്കെ. കുറച്ച് കാര്യങ്ങൾ ഞാൻ ചോദിച്ചോട്ടെ. മൊത്തത്തിൽ നിങ്ങളുടെ കോളേജ് എങ്ങനെയുണ്ട്? ഇപ്പോൾ മോള് ഏത് ഇയർ ആണ് ഞാൻ ചോദിച്ചില്ല. സെക്കൻഡ് ഇയർ ആണ്. ഓക്കെ. എങ്ങനെയുണ്ട് കോളേജ് എല്ലാം? കോളേജ് നല്ലതാണ്. പഠിപ്പിക്കുന്ന കാര്യത്തിൽ കോളേജ് ബെസ്റ്റ് ആണ്. അതിപ്പോ ലോ ഇത് കിടക്കുന്ന ആളാണെങ്കിലും ഒരു കാര്യം ചോദിക്കട്ടെ, ഇപ്പൊ സീനിയർ ഒക്കെ ഉണ്ടെന്നുള്ള ഒരു പേടി കൊണ്ടാണ് അങ്ങനെ? അല്ല ശരിക്കും പറഞ്ഞത്. അപ്പൊ ഇപ്പൊ ലോ ഇതിൽ കിടക്കുന്ന ആളാണെങ്കിലും അവര് പഠിപ്പിച്ചെടുക്കും. ടീച്ചേഴ്സ് വളരെ സപ്പോർട്ട് അതിന്. ഇപ്പൊ ഞങ്ങൾക്കാണെങ്കിൽ സ്റ്റഡി അവർ ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യും ഹോസ്റ്റലില്. 8:30 തൊട്ട് 11 മണി വരെ. എക്സാം ആണെങ്കിൽ അത് 2 മണി വരെ ഒക്കെ ഇരുത്തി ഞങ്ങളെ പഠിപ്പിക്കും. അതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടില്ലേ? ഇല്ല, എക്സാം സമയത്ത് അത് വളരെ യൂസ്ഫുള്ളാണ്. എങ്ങനെയുണ്ടായിരുന്നു? മാർക്കൊക്കെ എങ്ങനെയുണ്ട്? അപ്പോൾ ഡിസ്റ്റിങ്ഷൻ ഉണ്ട്. കൊള്ളാലോ. ഓക്കെ. സീനിയേഴ്സ് ആയിട്ട് എങ്ങനെയാണ് നിങ്ങളെല്ലാവരും? മോളൊന്ന് പറയാമോ? സീനിയേഴ്സ് എല്ലാം നല്ല ഫ്രണ്ട്ലിയാണ്. ഓക്കെ. ഫസ്റ്റ് ഓഫ് ഓൾ മോളുടെ ഏത് ഇയറാ? ഫസ്റ്റ് ഇയർ ആണ്. ഓക്കെ. അപ്പോൾ വന്നിട്ടുള്ളോ? ഓക്കെ. റാഗിങ് എന്തെങ്കിലും കിട്ടിയായിരുന്നു? ഇല്ല, എല്ലാവരും നല്ല ഫ്രണ്ട്ലിയാണ്. മൈക്ക് ഒന്ന് അടുത്ത് വെച്ച് പറ. എല്ലാവരും നല്ല ഫ്രണ്ട്ലിയാണ്. ഫ്രണ്ട്ലിയാണ്. ഓക്കെ ആണ്. റാഗിങ് ഒന്നും ഇല്ല? അങ്ങനെയൊന്നുമില്ല. നമ്മുടെ സ്വന്തം ഇത്തായ പോലെ തന്നെ തോന്നുന്നു. അതെ അല്ലേ? ഓക്കെ ആണ്. ശരി. അപ്പോൾ എന്തായാലും 4th ഇയർ ആണല്ലോ. അപ്പോൾ പോസ്റ്റിങ്ങിന്റെ എക്സ്പീരിയൻസിനെ കുറിച്ചൊന്ന് പറയാമോ? പോസ്റ്റിംഗ് ഞങ്ങൾക്ക് ഓരോ വർഷം സബ്ജക്ട് വൈസ് സെപ്പറേറ്റ് വേറെ ഹോസ്പിറ്റലാണ് വിടുന്നത്. സ്പെഷ്യാലിറ്റി വൈസ് ഞങ്ങൾക്ക് വേറെ ഹോസ്പിറ്റലാണ്. ഓക്കെ. ഫസ്റ്റ് ഇയർ ഞങ്ങൾ നഴ്സിംഗ് ഫൗണ്ടേഷൻ ഒരു സബ്ജക്ട് ഉണ്ട്. ആ സബ്ജക്ട് വൈസ് ഞങ്ങൾ ഗംഗാധര മെമ്മോറിയൽ ഹോസ്പിറ്റൽ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലാണ് പോയത്. അതും ഞങ്ങൾ പഠിച്ച തിയറി എക്സ്പീരിയൻസ് കൊണ്ടും അവിടെ പോയപ്പോൾ ഞങ്ങൾക്ക് പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് ഒരുപാട് കിട്ടിയിരുന്നു. നല്ല പേഷ്യന്റ് ഫ്ലോ ഉള്ള ഹോസ്പിറ്റൽ. പേഷ്യൻസ് ഒരുപാടുള്ള ഹോസ്പിറ്റലാണ്. നന്നായിട്ട് എക്സ്പീരിയൻസ് ആയിരുന്നു. പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് ഒരുപാട് കിട്ടിയായിരുന്നു. ഒരുപാട് നോളജ് കിട്ടി. സെക്കൻഡ് ഇയറിൽ ഞങ്ങൾ സബ്ജക്ട് വൈസ് ഫോർട്ടിസ് ഹോസ്പിറ്റലിൽ പോയിരുന്നു. അവിടെ നല്ല എക്സ്പീരിയൻസാ. നേഴ്സുമാരായാലും സിസ്റ്റേഴ്സ് ആയാലും ബ്രദേഴ്സ് ആയാലും നല്ല ഞങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിച്ചു തന്നായിരുന്നു അവിടെ നിന്നായാലും. അതെ. തേർഡ് ഇയറിൽ ഞങ്ങൾ സൈക്കാട്രിക് പോസ്റ്റിങ്ങിന് ഇവിടെ സ്പന്ദന ഹോസ്പിറ്റലിൽ പോയായിരുന്നു. അതൊരുപാട് നല്ല സബ്ജക്ട് ഓറിയന്റഡ് ആയിട്ടുള്ള പോസ്റ്റിംഗ് എല്ലാം സബ്ജക്ട് വൈസ് ഒരുപാട് ഹോസ്പിറ്റലിൽ ഞങ്ങൾ പോയിട്ടുണ്ട് അല്ലേ? ഓക്കെ. അതുപോലെ നിങ്ങളുടെ ഹോസ്റ്റലിനെ കുറിച്ചിട്ട് മോളൊന്ന് പറയാമോ? ഹോസ്റ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കോളേജ് ക്യാമ്പസിൽ തന്നെയാണ് വരുന്നത്. അപ്പോൾ 2 ഹോസ്റ്റലുണ്ട്. ഒരെണ്ണം കോളേജ് ക്യാമ്പസിലും ഒരെണ്ണം കുറച്ച് ഡിസ്റ്റൻസ് ഉണ്ട്. അതായത് അത് ബോയ്സിനല്ലേ വരുന്നത്? ബോയ്സിന് സെപ്പറേറ്റ് ഹോസ്റ്റൽ, ജസ്റ്റ് നടക്കാനുള്ള ദൂരമേ ഉള്ളൂ. അതുപോലെ തന്നെ നിങ്ങളുടെ ഹോസ്റ്റലിനെ കുറിച്ചിട്ടും നിങ്ങളുടെ ഫുഡിനെ കുറിച്ചിട്ടും ഒന്ന് പറയാമോ? മോളൊന്ന് പറയാം. ഹോസ്റ്റലൊക്കെ നല്ലതാണ്. ഫ്രണ്ട്സ് ആയാലും എല്ലാവരുമായിട്ട് ഞങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റുന്നുണ്ട്. പിന്നെ ഫുഡായാലും നല്ലതാണ്. പിന്നെ ക്യാമ്പസിൽ തന്നെയാണ് ഹോസ്റ്റല്. ക്യാമ്പസിനകത്ത് തന്നെയാണ് ഹോസ്റ്റല്. ഓക്കെ. ഇതിൻ്റെ തൊട്ടപ്പുറത്തൊരു ബ്ലോക്ക് ഉണ്ടായിരുന്നു, അതാണോ നിങ്ങളുടെ ഹോസ്റ്റല്? അല്ല, ഇവിടെ ഈ ബിൽഡിങ്ങിന് തൊട്ടപ്പുറത്ത് അതന്നെയല്ലേ? ഓക്കെ. അവിടെയാണോ മോൾ ഉള്ളത്? ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് ഹോസ്റ്റൽ ടൈമിംഗ് ഒക്കെ ഉണ്ടോ? ഇത്ര മണിക്ക് അതിൽ പോകണം എന്നുള്ള? ഔട്ടിങ്ങിൻ്റെ കാര്യമാണെങ്കിൽ ഔട്ടിങ് ഞങ്ങൾക്ക് സൺഡേ മാത്രമേ ഉള്ളൂ. അത് 9 o'clock തൊട്ട് 4 o'clock വരെയാണ്. അപ്പം അതിനോട് ഞങ്ങൾക്ക് കയറണം. പിന്നെ ഫുഡിൻ്റെ കാര്യമായാലും ഫുഡൊക്കെ ഓർഡർ ചെയ്യാൻ പറ്റും നമുക്ക്. ആ ടൈമിൽ വീക്കെൻഡിൽ ഫോൺ തരും ഞങ്ങൾക്ക്. ഓക്കെ. അപ്പം വീക്കെൻഡിൽ ഞങ്ങൾക്ക് ഫുഡ് ഓർഡർ ചെയ്യാം. അങ്ങനത്തെ ഫെസിലിറ്റി ഫുഡൊക്കെ ആ സമയത്ത് ഓർഡർ ചെയ്ത് കഴിക്കാം. ഓക്കെ തന്നെ. അപ്പോൾ വളരെ നന്ദി എല്ലാവരും കോളേജിനെ കുറിച്ച് പറഞ്ഞതിന്. അപ്പോൾ നിങ്ങളുടെ ചർച്ച നടക്കട്ടെ. ഓക്കെ. ശരി. താങ്ക് യു. മൈക്ക് ശരി കേട്ടോ. ഓക്കെ. ഈ ഫ്ലോറിൽ നമുക്ക് ക്ലാസ്സസ് വരുന്നുണ്ട്, എന്നിട്ട് ലൈബ്രറി വരുന്നുണ്ട്. നമുക്ക് ആദ്യമായിട്ട് വന്ന ക്ലാസ് ഒന്ന് കാണാം. Sorry for disturbance. They are from video YouTubers. They just wanted to know about students. So, ഇത് ഏത് ഇയർ ആണ്? ഇത് 3rd years ആണ്. 3rd years ആണല്ലേ? സെക്കൻഡ് ഇയേഴ്സ് ആണ്. സെക്കൻഡ് ഇയേഴ്സ് ആണ്, 3rd സെം. ഇത് ഏത് സ്റ്റുഡൻസ് ആണ് ഇവര്? ഇവര് 3rd സെമസ്റ്റർ സ്റ്റുഡൻസ് ആണ്. 3rd സെം സ്റ്റുഡൻസ് ആണല്ലേ? ഓക്കെ. ഇപ്പൊ സെക്കൻഡ് ഇയറിൽ എത്തിയവർ എക്സാം കഴിഞ്ഞിട്ട്. സോ ഇവര് ഇനിയിപ്പോൾ പോസ്റ്റിങ്ങിനൊക്കെ ആയിട്ട് പോകാൻ പോകുന്നത്. അതുകൊണ്ട് ക്ലാസ് നടന്നുകൊണ്ടിരിക്കും. ഓക്കെ. ശരി. എന്നാൽ ക്ലാസ് നടക്കട്ടെ. ഓക്കെ. ഇവര് സാറ് അവര് ഫ്രം നൈജീരിയ. ഓക്കെ. അവിടെ നിന്നൊക്കെയാണ്. അതെ. ഇവിടുത്തെ ടീച്ചേഴ്സ് സ്റ്റുഡൻസ് എല്ലാവരും മിക്സ്ഡ് ലാംഗ്വേജ് സ്റ്റേറ്റ്സ് ആണ്. ഓക്കെ. ശരി. ഓക്കെ. താങ്ക് യു സർ. ഡിജിറ്റൽ ആയിട്ടുള്ള ലൈബ്രറി വരാം.
സോ ഇവിടുത്തെ ബുക്ക് എല്ലാ സബ്ജക്റ്റിന്റെ ഇത് ബുക്ക് നേഴ്സിംഗിൻ്റെ മാത്രം അല്ലേ ലൈബ്രറിയാണ്. കാരണം ഞങ്ങൾ അവിടെ ഒരു സെക്ഷനിൽ, അതായത് നമ്മുടെ അലൈഡിൻ്റെയും BPTൻ്റെയും സെക്ഷനിൽ കണ്ടായിരുന്നു. ഇവിടുത്തെ നഴ്സിംഗിന് എല്ലാ സബ്ജക്റ്റ് എല്ലാ ഇയർസിന്റെ ബുക്സ് ഉണ്ടാവും. ബുക്സ് ഉണ്ട്. ഇത് എല്ലാം സ്റ്റുഡൻസിന് ഹോസ്റ്റലിൽ കൊണ്ടുപോകാനുള്ള പെർമിഷൻ ഒക്കെ ഉണ്ടോ? 3 days once അവർ വന്നിട്ട് അങ്ങനെ എടുത്താലും 3 days once വന്നിട്ട് റിന്യൂവലേഷൻ റിന്യൂ ചെയ്തിട്ട് അവരുടെ കയ്യിൽ ബുക്ക് ഉണ്ടെന്ന് ഉറപ്പിച്ചിട്ട് എന്നിട്ട് പോകും. യൂസ് ചെയ്യാം. മോർ ദാൻ 3 days നമുക്ക് എടുക്കാൻ പറ്റില്ല. ഓക്കെ ഓക്കെ. എന്നാൽ നമുക്ക് അടുത്ത ലാബിലേക്ക് പോകാം. നോക്കാം. നമുക്ക് അടുത്ത ഓക്കെ ലാബിലേക്ക് ശരി. ഇവിടെ തന്നെയാണ് നമുക്ക് വൈസ് പ്രിൻസിപ്പലിന്റെ റൂം ഉണ്ട്, എന്നിട്ട് സ്റ്റാഫ് റൂം വരുന്നുണ്ട് അല്ലേ? അതെ. ഓക്കെ. ഓരോ ഫ്ലോറിലും സ്റ്റാഫ് റൂംസ് ഉണ്ടല്ലേ? എല്ലാ ഫ്ലോറിലും സ്റ്റാഫ് റൂംസ് ഉണ്ട്. ഓക്കെ ഓക്കെ. ഇപ്പോൾ ഈ ഫ്ലോറിൽ നമുക്ക് OBG ലാബ് ഉണ്ട്, അതൊന്ന് നോക്കിയാലോ? ശരി. ഇത് പീഡിയാട്രിക് അങ്ങനെയുള്ള കാര്യങ്ങൾ വരുന്നത് അല്ലേ? ഇത് മെയിനായിട്ട് ഏത് ഇയറിനാണ്? ഇത് ഫൈനൽ ഇയേഴ്സ് ഫൈനൽ ഇയർ BSc മാറും, എന്നിട്ട് തേർഡ് ഇയർ GNM. ആ ഫൈനൽ ഇയേഴ്സിലാണ് OBG സബ്ജക്റ്റ് അല്ലേ, ഓക്കെ. ഗൈനക്കോളജി. അപ്പോൾ ഈ ഒരു ഗൈനക്കോളജി റിലേറ്റഡ് ആയിട്ടുള്ള പോസ്റ്റിംഗ് ഒക്കെ അവർ എവിടെയാണ് ചെയ്യുന്നത്? അവർ അതിൽ പോസ്റ്റിംഗ് ഉണ്ട്. JJRന്റെ ഹോസ്പിറ്റലിലാണ് പോകുന്നത്. 1 month ആയിട്ട് അവർ പോവാ. അപ്പോൾ അതിൽ ഷിഫ്റ്റ് ഉണ്ടാവും. അപ്പോൾ അവിടെ പോയിട്ട് അവർ പോകുന്നില്ല. ഫണ്ടമെന്റൽ പറഞ്ഞത് തന്നെയാണ്. ഇവിടുത്തെ എല്ലാ ഇൻസ്ട്രുമെന്റ് ഒക്കെ പ്രൊസീജിയർ ഒക്കെ, എന്നിട്ട് ലേബർ എങ്ങനെ സംഭവിക്കുക, അതൊക്കെ എല്ലാം പറഞ്ഞു. സർജറിക്കൊക്കെ ഒപ്പം നിൽക്കാൻ പറ്റും. അതെ അതെ, അവിടെ കാണാൻ പറ്റും. സോ ഇതാണ് ഇപ്പോൾ നമ്മളുടെ അനട്ടമി ഫിസിയോളജിന്റെ ലാബ്. ഓക്കെ. ഇവിടെ ഫസ്റ്റ് ഇയർ ആയിട്ട് വരുന്ന സ്റ്റുഡൻസ് ഉണ്ടാവുക. കാരണം ഫസ്റ്റ് ഇയറിലാണല്ലോ അനാട്ടമി. അതെ അതെ അതെ. ആ ബേസിക്കിന്റെ കാര്യമെല്ലാം ഇവിടുത്തെ നമ്മളുടെ ഫങ്ഷൻസ് ഫിസിയോളജിയാ. അനട്ടമിന്ന് വെച്ചാൽ നമുക്ക് സ്ട്രക്ചർ അല്ലേ, അപ്പൊ നമ്മളുടെ സ്ട്രക്ചർ എങ്ങനെ ഉണ്ടാവുന്ന ഒരു പ്രാക്ടിക്കൽ ക്ലിനിക്കൽ പോകുന്ന മുൻപ് ഒന്ന് കാണിച്ചു തരാണ്. ഓക്കെ ഓക്കെ. അപ്പൊ അവര് കാണുന്നപ്പോ അവർക്ക് മനസ്സിലാവില്ലേ, ഓ ഡിസീസ് കണ്ടീഷൻ പറ്റി പറഞ്ഞാലോ ഏത് ആർഗണ ഏത് സൈറ്റിലാണ് അവർക്ക് ഒരു ഇമാജിനേഷൻ കിട്ടുമല്ലേ. അതെ, GNM സ്റ്റുഡൻസ് ചെയ്താണല്ലേ. ഇടയ്ക്കിടയ്ക്ക് ഇവർക്ക് ഇങ്ങനെ എക്സിബിഷനോ അല്ലെങ്കിൽ ആക്ടിവിറ്റീസ് ഉണ്ടാവുക. അപ്പോൾ പിള്ളേർ തന്നെയാണ് ഇതൊക്കെ ഉണ്ടാക്കി വെക്കുന്നത്. നമ്മളുടെ കോളേജിലുണ്ട്. എന്നിട്ട് അവരുടെ ഇൻട്രസ്റ്റ് കൊണ്ടിട്ട് ഒരു ആക്ടിവിറ്റി കൊടുക്കുന്ന സമയത്ത് അവരിങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. അപ്പൊ അതിന് സ്റ്റുഡൻസ് താല്പര്യം നല്ല രീതിക്ക് അതിന് താല്പര്യം കാണിക്കാറുണ്ടല്ലേ. അപ്പൊ അവർക്ക് കുറച്ചുകൂടി പ്രാക്ടീസ് ആയി പോകില്ലേ. അതെ അതെ. ഞാൻ മെജോറിറ്റി സ്റ്റുഡൻസിൻ്റെ അടുത്ത് നിന്ന് എന്താ പറയുക, അവർ പറഞ്ഞിട്ടുള്ളത് അനാട്ടമിയാണ് കുറച്ചും കൂടെ ടഫ് ആയിട്ടുള്ളൊരു സബ്ജക്റ്റ് എന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ. പക്ഷെ അത് പിന്നെ അവർ പറഞ്ഞിട്ടുണ്ട്, അതായത് ഫസ്റ്റ് സെമിസ്റ്റർ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഈസിയാണ്, ബാക്കിയെല്ലാം പഠിക്കാനായിട്ട് ഈസിയാണ്. ഫസ്റ്റ് ഇയറിലാണ് കുറച്ചുകൂടി കൂടുതലായിട്ടുള്ള സബ്ജക്ട്, എന്നിട്ട് കുറച്ചുകൂടി ബുദ്ധിമുട്ടായുള്ളത് അപ്പോഴൊക്കെ ഏറിയതല്ലോ. അതെ അതെ അതെ. അപ്പൊ കുറച്ചവർ ഇങ്ങനെ പ്രാക്ടിക്കലായിട്ടോ ഇല്ലെങ്കിൽ അസൈൻമെന്റ്സോ ഇല്ലെങ്കിൽ കുറച്ച് ആക്ടിവിറ്റീസ് ചെയ്യുന്നപ്പോൾ ഈസി ആയിട്ട് റിമെമ്പറൻസ് ചെയ്യാൻ പറ്റൂല്ലേ, അതുകൊണ്ട് ആക്ടിവിറ്റീസ് ഇങ്ങനെ തരുന്നത്. ഓക്കെ. സോ ഇത് പീഡിയാട്രിക് ലാബാണ്. പീഡിയാട്രിക് ലാബാണ്. എസ്പെഷ്യലി തേർഡ് ഇയറിന് സ്റ്റുഡൻസ് തേർഡ് ഇയർ എത്തുമ്പോഴാണ് ഇതിന്റെ ലാബ് അത്യാവശ്യം ഉണ്ടാവും അവർക്ക്. ഓക്കെ. സോ ഇതിനും സ്പെഷ്യലൈസ് ചെയ്തിട്ട് ഹോസ്പിറ്റലിൽ പോസ്റ്റിംഗ് ഉണ്ടല്ലേ? അതെ അതെ. ഓക്കെ. സോ എല്ലാ ഇയറിനും സ്പെഷ്യലൈസ്ഡ് ആയിട്ട് അവർ പോസ്റ്റിംഗ് ഉണ്ട്. ഓക്കെ. സോ സെയിം ലൈക്ക് ഇതിന്റെ ആക്ടിവിറ്റീസ് അങ്ങനെ തന്നെയാണ്. അവർ പോസ്റ്റിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് വരുന്നപ്പോൾ നമുക്ക് പീഡിയാട്രിക്കിന്റെ കാര്യം ഒരുപാടുണ്ടല്ലോ. അപ്പൊ അതിന്റെ ആക്ടിവിറ്റീസ് ഒക്കെ ബേബി കാരിങ് എല്ലാം ഉണ്ടാവും. പ്ലേ സ്റ്റേഷൻസ് എല്ലാം ഉണ്ടല്ലോ. അപ്പൊ ഓരോ പ്ലേ സ്റ്റേഷന്റെ ഐറ്റംസ് എങ്ങനെയാണ് ചൂസ് ചെയ്യുന്നതോ അതൊക്കെ എല്ലാം ഒരു ഡീറ്റെയിൽ ആയിട്ട് ക്ലാസ് ആണ് ചൈൽഡ് ഹെൽത്ത് നഴ്സിംഗ്. ഓക്കെ ഓക്കെ. ഓക്കെ മാം, എന്തായാലും മാമിൻ്റെ ടൈം ഞാൻ കളഞ്ഞു. ഓക്കെ, കുഴപ്പമില്ല. അപ്പോൾ എല്ലാം കാണിച്ചു തന്നതിന് വളരെ താങ്ക്സ്. ഓക്കെ. അപ്പോൾ ഇനി ഞങ്ങൾ എന്തായാലും ഇറങ്ങണം. ഓൾമോസ്റ്റ് ഞങ്ങളെല്ലാം കഴിഞ്ഞു. ഓക്കെ ഓക്കെ, ശരി എന്നാ കേട്ടോ. താങ്ക് യു സർ. അപ്പോൾ ഇത്രയൊക്കെയാണ് പ്രുഡൻസ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷനിലെ വിശേഷങ്ങൾ വരുന്നത്. അപ്പോൾ ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ നോക്കുമ്പോൾ നേഴ്സിംഗിൽ ജനറൽ നേഴ്സിംഗ് വരുന്നുണ്ട്, BSc നേഴ്സിംഗ് വരുന്നുണ്ട്, പോസ്റ്റ് BSc MSc നേഴ്സിംഗ് വരുന്നുണ്ട്. അതുപോലെ ഫിസിയോതെറാപ്പിയിൽ നോക്കുമ്പോൾ ബാച്ചിലർ ഓഫ് ഫിസിയോതെറാപ്പിയും മാസ്റ്റർ ഓഫ് ഫിസിയോതെറാപ്പി MPTയും വരുന്നുണ്ട്. അതുപോലെ തന്നെ അലൈഡ് ഹെൽത്ത് സയൻസിൽ നമുക്കിവിടെ ഒരുപാട് ഡിപ്പാർട്ട്മെൻറ്റ്സ് വരുന്നുണ്ട്. അതിൽ ATOT വരുന്നുണ്ട്, MLT വരുന്നുണ്ട്, മെഡിക്കൽ ഇമാജിൻ ടെക്നോളജി വരുന്നുണ്ട്, റീനൽ ഡയാലിസിസ് വരുന്നുണ്ട്, അതുപോലെ തന്നെ ഫൈനലി ഒപ്റ്റോമെട്രി വരുന്നുണ്ട്. ഇങ്ങനെ 5 അലൈഡ് ഹെൽത്ത് സയൻസ് ഡിപ്പാർട്ട്മെൻറ്റുകളാണ് ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിലുള്ളത്. ഇനി കോളേജിനെ പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ ഇവിടുത്തെ കോഴ്സുകളെ കുറിച്ചിട്ട് കൂടുതലായിട്ട് ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അതുപോലെ തന്നെ അഡ്മിഷൻ ഹെൽപ്പ് ലൈൻ നമ്പറും ഞാൻ ഇതിൻ്റെ താഴെ കൊടുക്കുന്നുണ്ട്. ആ നമ്പറിൽ വിളിച്ചിട്ട് അഡ്മിഷൻ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. സോ ഇനി വീഡിയോ കാണുന്ന എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിലുള്ള ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടെ എനേബിൾ ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ
സൈനിങ് ഓഫ് രാജ്കിരൺ.